ഹലോ, അപ്പോൾ നമുക്കൊരു വട്ട ഈറ്റിനെ ട്രിപ്പ് കണ്ടാലോ? അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതിക്ക് പോയപ്പോൾ എന്തൊക്കെ കഴിച്ചു എന്ന് കാണാം കേട്ടോ. രാവിലെ എണീറ്റ് റെഡിയായിട്ട് നമ്മൾ പോണേക്കുമ്പോൾ ഒരു കട്ടൻ കാപ്പി തിളപ്പിച്ച് കൊടുത്തിട്ടോ, ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. അതൊരു നല്ല ഫ്രഷ്നെസ് ആയിരിക്കില്ല കട്ടൻ കാപ്പി രാവിലെ തന്നെ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മസാല ദോശ ഉണ്ട് ഓർഡർ ചെയ്ത്. അവിടെ എന്താണ് മെനു അതനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അമ്മയ്ക്ക് അപ്പവും മുട്ടക്കറിയായിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. മസാല ദോശയും നല്ല ടേസ്റ്റ് ആയിരുന്നു. മസാല ദോശയുടെ കറികൾ നല്ല ചട്നിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ദോശനേക്കാളും മസാലേനേക്കാളും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു ചായ കുടിച്ചു. ചായ ഞാൻ കുടിക്കാറില്ല, പതിവല്ല. പക്ഷേ പതയുള്ള ചായ കണ്ടപ്പോൾ എനിക്ക് മേടിച്ച് കുടിക്കാൻ തോന്നി. പിന്നെ പുറത്ത് പോകുമ്പോൾ ചായനോട് ഇഷ്ടം കൂടാണ്. നമ്മൾ ഈ മെഷീൻ കോഫിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് നല്ല പതയുള്ള ചായയൊക്കെ കുടിച്ചു കേട്ടോ. മീഡിയം മധുരം, കുഴപ്പമില്ലാത്ത മധുരമായിരുന്നു കേട്ടോ. ഒരുപാട് മധുരം കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എന്നാലും നല്ല അത്യാവശ്യം നല്ല മധുരമൊക്കെ ഇട്ടിട്ട് അടിപൊളി ചായ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടേ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ പിന്നെ ബസ്സിൽ വെച്ചിട്ട് ചിപ്സ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ചിപ്സ്, ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടറ്റോ ചിപ്സ്, അത് കഴിച്ചിട്ടു. അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഈ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനത്തെ വറവ് സാധനങ്ങളൊക്കെ കഴിക്കുന്നു അടിപൊളിയല്ല, എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഇടയ്ക്ക് കുറേ സാധനങ്ങൾ കഴിച്ചിട്ട് അതൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഇതേ ബിരിയാണി, ചിക്കൻ കറി, സർലാസ്, അച്ചാറൊക്കെ കൂട്ടി ഒരു പിടിയും കൂടി പിടിച്ചു. അടുത്തും ഒരു പാലക്കാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു കേട്ടോ നെല്ലിയാമ്പതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഒരു 4 മണിക്ക് ആയപ്പോഴേക്കും ചായയും പഴംപൊരിയും കഴിച്ചു. നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ എത്തിപ്പിക്കും ചായയും പഴംപൊരി. അതും ടേസ്റ്റായിരുന്നു കേട്ടോ. വലിയ എണ്ണയൊന്നും ഇല്ലാണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ടേസ്റ്റായിരുന്നു. അവിടെ നിന്നും ഒരു ചായ കുടിച്ചു കേട്ടോ. അവിടെ പതിയില്ലാത്ത ചായയായിരുന്നു, പക്ഷേ നല്ലതായിരുന്നു. ചായ അല്ല കേട്ടോ, കാപ്പിയായിട്ട് കുടിച്ചു. കാപ്പി രാവിലെ ചായ അടിച്ചുകൊണ്ട് ഇതൊന്ന് കാപ്പി ട്രൈ ചെയ്യുന്ന വെച്ചാൽ കാപ്പി കുടിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇതേ ഉപ്പും പുളിയൊക്കെ ഇട്ട് വെച്ചാൽ പൈനാപ്പിളും മാങ്ങയൊക്കെ കണ്ടു. അതിന് പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു, മാങ്ങ കഴിച്ചു കേട്ടോ. ഇതൊക്കെ എവിടെ കണ്ടാലും നമ്മൾ വിടില്ല, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഉപ്പും മുളകൊക്കെ ഇട്ട സാധനങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങനെ മേടിച്ച് കഴിച്ചു. മാങ്ങ മേടിച്ചിട്ടോ. മാങ്ങ മേടിച്ച് കഴിക്കാൻ പോയപ്പോഴേക്കും അവൻ തട്ടിപ്പറിച്ച് മേടിച്ചു, സമ്മതിച്ചില്ല. എൻ്റെ പൈപ്പ് തന്നെയാണ് എൻ്റെ പിള്ളേർ. അങ്ങനെ ഞാൻ വേറെ ഒരു കുഞ്ഞ് കിട്ടി. പിന്നെ സഹതാപം തോന്നിയിട്ട് വായി വെച്ച് തന്നു. അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടോ. ഈ ബജ്ജി സംഭവങ്ങളൊക്കെ നമ്മൾ വിടില്ല, ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴായിട്ട് കഴിക്കുള്ളൂ, സ്ഥിരം കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റാണല്ലേ. പുളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി വീട്ടിലെത്തി പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ശരി, ബായ്.